കർത്തൃദിനം, ശ്രേഷ്ഠദിനം, ആരാധനക്കു വിശുദ്ധദിനം. ഹല്ലേലൂയ ഗാനം ചൊല്ലി ഹൃദയങ്ങൾ വാഴ്ത്തിടാം. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയ സ്നേഹിതരെ, വീണ്ടും ഈ സന്ധ്യയിൽ ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം ദൈവം നമുക്ക് അവസരം തന്നിരിക്കുന്നു. ദൈവനാമത്തെ സ്തുതിക്കാം. പകലിന് 12 മണിക്കൂറേ ഉള്ളൂ, 720 മിനിറ്റ് മാത്രം. 1 മിനിറ്റ് കൂട്ടുവാനോ കുറയ്ക്കുവാനോ മനുഷ്യന് സാധ്യമല്ല. ശാസ്ത്രം എത്ര പുരോഗമിച്ചിട്ടും പകലിനോട് 1 നിമിഷം കൂട്ടുവാൻ കഴിഞ്ഞിട്ടില്ല. ദിവസങ്ങളുടെയും ആഴ്ചകളുടെയും മാസങ്ങളുടെയും വർഷങ്ങളുടെയും നാഴികക്കല്ലുകൾ പിന്നിട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ആയുസിന്റെ അന്ത്യത്തോട് നാം അടിവെച്ച് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അക്കാര്യം ഓർക്കുവാൻ സമയമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് പലരും. പരിശുദ്ധനായ പൗലോസ്ലീഹ അനുസ്മരിപ്പിക്കുന്ന പോലെ ഇനി അധികകാലം ശേഷിച്ചിട്ടില്ല എന്ന വസ്തുത നാം വിസ്മരിച്ചുകൂടാ. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ നേട്ടങ്ങളും ശാസ്ത്രത്തിന്റെ നൂതനമായ കണ്ടുപിടുത്തങ്ങളും മർത്യായുസിന്റെ ദൈർഘ്യം കൂട്ടുവാൻ ഒട്ടൊക്കെ പര്യാപ്തമായി തീർന്നിട്ടുണ്ട്. എന്നാൽ മനുഷ്യൻ ജനിച്ചാൽ മരിക്കണം, മരിച്ചേ തീരൂ. നിയതിയുടെ അലംഘനീയമായ നിയമമാണത്. ആ നിയമത്തിന്റെ മുമ്പിൽ ശാസ്ത്രം തല കുനിക്കുന്നു. ഒരിക്കൽ യഹൂദിയിലെ ജനങ്ങൾ യേശുവിനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ ഭാവിച്ചു. അത് വകവയ്ക്കാതെ അങ്ങോട്ട് പോകുവാൻ ഒരുങ്ങിയപ്പോൾ അവർ കല്ലെറിഞ്ഞു കൊല്ലുവാൻ ഭാവിച്ചിട്ട് അധികമായില്ലല്ലോ, എന്നിട്ടും അങ്ങോട്ട് പോവുകയാണോ എന്ന് ശിഷ്യന്മാർ ചോദിച്ചു. അതിന് മറുപടിയായി യേശു തമ്പുരാൻ, പകലിന് 12 മണിക്കൂറല്ലേ ഉള്ളൂ. പകൽ നടക്കുന്നവൻ തട്ടി വീഴുകയില്ല, രാത്രിയിൽ നടക്കുന്നവൻ വെളിച്ചമില്ലാത്തതിനാൽ കാലടറി വീഴും എന്ന് പറഞ്ഞു. പണസമ്പാദനത്തിനും ലൗകികമായ ഉന്നതിക്കും വേണ്ടി പാടുപെടുന്നവർ 1 നിമിഷം കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് വെച്ച് പരവശരാകും. പക്ഷേ കോടിക്കണക്കിന് പണം കൊടുക്കാമെന്ന് പറഞ്ഞാലും ആയുസിന്റെ ദൈർഘ്യം 1 നിമിഷം പോലും കൂട്ടുവാൻ ആർക്കും കഴിയുകയില്ലല്ലോ. ക്ലോക്കിന്റെ സൂചി തിരിച്ച് സമയം ശരിപ്പെടുത്തുവാൻ നമുക്ക് കഴിയും. എന്നാൽ കാലത്തിന്റെ സൂചി പുറകോട്ട് തിരിക്കുവാൻ ആർക്കെങ്കിലും കഴിയുമോ? പ്രപഞ്ചത്തെ തങ്ങളാണ് നയിക്കുന്നതെന്ന ഭാവത്തിൽ തിരിഞ്ഞു നിൽക്കാൻ കൂട്ടാക്കാതെ ചിലർ ഓടുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് നൽകുന്ന സമയം അവിടുത്തെ വകയാണെന്ന് നാം ഓർക്കണം. അവിടുന്ന് നമുക്ക് നൽകുന്ന സമയം എന്തിൽ അഥവാ ഇവിടെയാണ് നാം നിക്ഷേപിക്കുന്നത്. അമൂല്യമായ ഒരു നിധിയാണ് ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന സമയം. അത് ദുർവിനിയോഗം ചെയ്യുന്നത് പണാപഹരണം പോലെയോ ലൈംഗിക ബന്ധത്തെ ചൂഷണം ചെയ്യുന്നത് പോലെയോ അധാർമികവും നിന്ദ്യവുമാണെന്ന് ഒരു പ്രശസ്ത ഗ്രന്ഥകാരൻ പറയുന്നുണ്ട്. സമയം ആരുടെയും സ്വകാര്യ സ്വത്തല്ല, അത് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന സുവർണാവസരമാണ്. നമ്മുടെ ആയുസ്സിൽ ലഭിക്കുന്ന ഓരോ നാളും വിധിനാളാണെന്നും ഓരോ നാഴികയും നിർണായകമാണെന്നും വില്യം ജെയിംസും പറയുന്നു. വർത്തമാനകാലത്തിന് മീതെ ചാടിക്കടന്ന് ഭാവിയിലേക്ക് എത്തി നോക്കുന്നത് പോലെ ഭൂതകാലത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു പോകുവാൻ സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന വിലമതിക്കുവാനാവാത്ത നിമിഷങ്ങൾ നമ്മുടെ കർത്തവ്യങ്ങൾ നിറവേറ്റാൻ ഉപയോഗിക്കേണ്ടതാണ്. നമ്മുടെ ആയുസിന്റെ നിമിഷങ്ങൾ ഓരോന്നും എന്തിനു വേണ്ടിയാണ് ചെലവഴിക്കുന്നതെന്ന് നാം ഒന്ന് തിരിഞ്ഞു നോക്കുന്നതും നന്നായിരിക്കും. നല്ല ചിന്തകൾ നിങ്ങളെ നയിക്കട്ടെ. ശുഭരാത്രി നേരുന്നു. നിങ്ങളുടെ ജോൺ ബോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ.